എവരിവൺ, വെൽക്കം ടു ഫാസ്റ്റ് കുക്ക് ജംഗ്ഷൻ. ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയാണ് പെട്ടെന്ന് ജിലേബി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തോളൂ. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഓവർ ലൂസ് ആവാനും പാടില്ല, കട്ടിയാവാനും പാടില്ലാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്തിട്ട് പാകമായിട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്മൂത്ത് ആവാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ്സ് ഞാൻ സീൽ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി വരുന്ന വരെ അടുത്ത പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഡിസൈൻ ചെയ്യുന്ന കവേഴ്സ് ഇതിലേക്ക് 2 ഇറക്കി വെക്കുക. അടുത്തൊരു പാൻ എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. പിന്നെ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 5 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഒരു ഏലക്ക പൗഡറും അല്ലെങ്കിൽ ഒരു ഏലക്കയോ ആയിട്ടും ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാവും. അടുത്ത ഞാനിവിടെ യെല്ലോ റെഡ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പിഞ്ച് യെല്ലോ, മറ്റേ ഗ്ലാസ്സിലേക്ക് പിഞ്ച് റെഡും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയിട്ട് നമ്മൾ 2 ഗ്ലാസ്സിലേക്കും കറക്റ്റ് അളവിന് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കേണ്ടത്. കേക്ക് ഡിസൈൻ ചെയ്യുന്ന സിലിക്കോൺ ട്യൂബ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കവറിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് അതിലേക്ക് ചെയ്യാനേ ഉള്ളൂ. ഇനി ഈ കവേഴ്സ് ടൈ ചെയ്തിട്ട് നന്നായിട്ട് ആ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കളേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു പാൻ എടുത്തിട്ട് ഓയിൽ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമ്മുടെ ഓറഞ്ച് ട്യൂബ് എടുക്കുക, അറ്റൊന്ന് കട്ട് ചെയ്യുക. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. പയ്യെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും മറിച്ചും തിരിച്ച് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. അടുത്ത യെല്ലോ കളറും ചുറ്റിച്ച് കൊടുക്കുക. നമുക്ക് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ. എന്നാലേ ആ ഒരു ഭംഗി രുചിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ടോയെന്ന് വെച്ചാൽ പകുതി റെഡിയായി. ഇനി നമ്മുടെ പാനി എടുക്കുക. അതിലേക്ക് ഓരോരോ ജിലേബി നന്നായിട്ട് മുക്കി നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജിലേബി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫാസ്റ്റ് കുക്ക് ജംഗ്ഷൻ.